40 വർഷം മുൻപ് സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നവർ വീണ്ടും പഠിച്ച സ്കൂളിന്റെ ഓർമ്മകളിൽ ഒത്തുകൂടി സൗഹൃദങ്ങൾ പങ്കുവച്ചു. പഴയകാലത്തെ ആഘോഷമാക്കി. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1985 സഹപാഠികളാണ് സൗഹൃദ കൂട്ടായ്മ പങ്കുവച്ചത്. ചിറ്റാരിക്കാൽ വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന മെമ്മറീസ് അറ്റ് 85 പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ സിജോൻ സി ജോയ് സ്വാഗതം പറഞ്ഞു. തെളിവാണ് അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും അതുപോലെ തന്നെ അവരുടെ വാത്സല്യവും. അപ്പോൾ ക്ഷണിക്കാൻ നമ്മൾ സാറും വളരെ സ്നേഹപൂർവ്വം വളരെ സന്തോഷത്തോടെ നമ്മുടെ ചടങ്ങിൽ സംബന്ധിക്കാമെന്ന് നമ്മൾ അറിയിച്ചു. കൃത്യസമയത്ത് എത്തി സാറിനെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ ഫോട്ടോഗ്രാഫർ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ മാർട്ടിൻ കിഴക്കേത്തലയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. പോയി ചെയ്ത പ്രാരാബ്ദങ്ങളിലൂടെയൊക്കെ കടന്ന് വീണ്ടും ഇവിടെ ആയിരിക്കാൻ നമ്മൾ ഒരുമിക്കുന്നു. അപ്പോൾ പരസ്പരം കണ്ടാൽ പോലും മനസ്സിലാകാൻ കഴിയാത്ത വിധം പലരും മാറിപ്പോയിട്ടുണ്ടാകും. വണ്ണത്തില്, അതുപോലെ തന്നെ രൂപഭാവങ്ങളില്, ആകൃതിയിലും പ്രകൃതിയിലും ഒക്കെ മാറ്റങ്ങൾ പലർക്കും വന്നിട്ട് ഉണ്ടാകും. അപ്പോൾ ചിലര് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നിലനിൽക്കുന്നു ഉണ്ടാകാം. എന്തായാലും ഏറെ സന്തോഷം നൽകുന്ന ആളുകളാണ്. ആ ആളുകളിൽ ഒരുമിച്ച് പഠിച്ച് ഒത്തിരിയേറെ വിശേഷങ്ങൾ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, മുൻഭാഗക്കാരുണ്ട്. ചിലപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും ഏറ്റവും മുമ്പിൽ ആദ്യം ഇരിക്കുന്ന ആളുകൾ, രണ്ടാമതിരിക്കുന്ന വ്യക്തി. സാജു തോമസ് ചൂരക്കുന്നൽ അധ്യക്ഷത വഹിച്ചു. നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മകളൊക്കെ കൂടണം, ഒന്നിച്ചാകണം. പലപ്പോഴും പലരും കണ്ടിട്ടുണ്ട്, പലയിടത്തും തിരക്കിനിടയിൽ കണ്ടത് പലരും നമ്മൾ പിന്നെ മറന്നു പോകുന്നുണ്ട്. പ്രായത്തിന്റെ കൂടെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും 55 ഒക്കെ ആയിരിക്കും അല്ലേ? എന്തായാലും കൂട്ടായ്മയിൽ എത്തുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വലിയൊരു കാര്യമാണ്. നമ്മുടെ സമയത്തിന് പരിമിതികളുണ്ട്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. തുടർന്ന് അധ്യാപകരെ ആദരിക്കൽ ചടങ്ങ് നടന്നു. മെമ്മറീസ് അറ്റ് 85 എന്ന പേര് നിർദ്ദേശിച്ച സാജു തോമസിനെ ഉപഹാരം നൽകി അനുമോദിച്ചു. ബെന്നി അബ്രഹാം പാലക്കുടി, PN പ്രഭാവതി പെരുമ്പള്ളിപ്പാറ, മിനി ജോസഫ് കുത്തിയതോട്ടിൽ, കുരുവിള സാബു എഴുത്തുപുരയ്ക്കൽ, അധ്യാപക പ്രതിനിധികളായ KF ജോസഫ്, KP പ്രസന്ന എന്നിവർ പ്രസംഗിച്ചു. മെന്റലിൻ മാത്യു വട്ടവനാൽ നന്ദി പറഞ്ഞു. ആ 39 വർഷത്തിന് ശേഷം ആദ്യമായി കാണുന്ന പലരും ഇത്രയും കാലം നമ്മളെ കാത്തു സംരക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെയും അതുപോലെ തന്നെ നല്ല പ്രതീക്ഷയോടെയും എല്ലാവിധ സഹകരണത്തോടെയൊക്കെ ഈ സമയം ഇനി മുമ്പോട്ട് പോകണമെന്ന് ഞാൻ ഒരുപാട് എൻ്റെ സന്തോഷം. ഞാൻ ചാക്കോച്ചനോട് പറഞ്ഞു. അപ്പൊ ചാക്കോച്ചനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ നല്ല ആൾക്കാരാണ്. ഞാൻ ഇങ്ങനെ നല്ലതാണെന്ന് സമയം ചിന്തിച്ചിട്ടാ പലരും യാത്രങ്ങനെ പോകുന്നത്. പോയി കഴിഞ്ഞ് വരാൻ നേരത്താണ് നല്ലതൊക്കെ മാറുന്നത്. ഞാൻ ചുമ്മാ തമാശക്ക് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേനും അതിനൊരു ആധിക്യം കൂട്ടുന്ന രീതിയിൽ വികാരിച്ചൻ ആ ഒരു പഴയ ഓർമ്മകളിലോട്ട് എല്ലാവരെയും അതുപോലെയുള്ള ഒരു അവസ്ഥ നിങ്ങളും ഉണ്ടാക്കണം. കാരണം നിങ്ങൾ ഇനി ഞങ്ങളെ മിക്കതൊന്നും യാതൊരു നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ ഗാദറിങ് നടത്തണം. നിങ്ങൾ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഇന്ന ദിവസം തീരുമാനിച്ചു കഴിഞ്ഞാൽ പുറത്ത് ജോലിയുള്ളവർക്ക് ആ സമയം കണക്കാക്കി അവധിയെടുത്ത് വരാൻ സാധിക്കും. അങ്ങനെ അപ്പോൾ ഏകദേശം
എനിക്ക് മനസ്സിലാകും ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോൾ ജിൽബർട്ട് അച്ഛൻ അന്ന് ഞാൻ 10-ലെത്തുമ്പോൾ 1-ലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും വ്യത്യാസം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു പ്രായത്തിലാണ് ഞാൻ നിൽക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ പല പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എന്തെങ്കിലാത്ത സന്തോഷം തോന്നുകയാണ്. ഞാനും ആ പഴയ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ചും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം തന്നെ അന്ന് എത്ര കൊച്ചുങ്ങളായിരുന്നു. ഇന്നെല്ലാം വളർന്ന് അമ്മമാരും അപ്പന്മാരൊക്കെ ആയി തീർന്നു. കളിയല്ല, കാരണം എൻ്റെ 10ാം ക്ലാസ്സിലത്തെ ആദ്യത്തെ കുട്ടികളുടെ ഫോട്ടോയാണ്. അതെനിക്ക് എന്നും കാണണം എന്ന് വെച്ച് കാണുന്ന സ്ഥലത്ത് തന്നെ ഞാൻ വെച്ചിരിക്കുകയാണ്. അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും എന്നും ഞാൻ മനസ്സിലോർക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. 85 പേരോളം വന്നതിൽ നമുക്ക് നമ്മുടെ ബാച്ചിലെല്ലാവരും വലിയ കുഴപ്പമില്ലാണ്ടല്ലോ നല്ല നിലയിലെത്തിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇനി അതിൽ ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ അതിന് നിമിത്തമാകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. ആ ഊർജവും പ്രചോദനവും ഒക്കെ നമ്മളായിട്ട് നമ്മുടെ തലമുറയായിട്ട് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മഹാമേരു എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, ഈ സരസ്വതി ക്ഷേത്രം, ഈ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ മേന്മയും നന്മയും തന്നെയാണ് ഈ തോമാപുരം ദേശത്തിന്റെ സംസ്കാരമായിട്ട് മാറുന്നത്. ഷാജി ജോസഫ് വലിയകുന്നേൽ, മേരിക്കുട്ടി മ്ലാമല പതാലിൽ എന്നിവർ സംഗീതം ആലപിച്ചു. AP ജോസഫ്, KP പ്രസന്ന, സെബാസ്റ്റ്യൻ ചെറുവള്ളത്ത്, KF ജോസഫ്, ജോയി ചിലമ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ.